17 മധുരക്കിഴങ്ങിന്റെ ജനറ്റിക് റിസോഴ്സ് ഇവിടെ സ്റ്റോർ ചെയ്യാണ് നമ്മൾ. അത് ഭയങ്കര ജോലിയാണ്. ഓരോ 3 മാസം മാറ്റിക്കിടുക, അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല, കേടാകാൻ പാടില്ല, സംരക്ഷിക്കുക എന്ന് പറയും. ഇത് ഉപയോഗിച്ചാണ് പുതിയ ഇനങ്ങൾ ബ്രീഡേഴ്സ്, പ്ലാൻ ബ്രീഡ് ചെയ്യുന്നവർ പുതിയ ഇനങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള ഇനങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ 22 ഇനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മധുരക്കിഴങ്ങുള്ളത് ഒറീസ 40,000 ഹെക്ടർ മധുരക്കിഴങ്ങ്. മരുന്ന് അവിടെ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലും വരുന്ന ഒറീസ അറിയത്തില്ല, തമിഴ്നാട്, കർണാടകത്തിലുണ്ട്. ബെൽഗാം 5,000 ഹെക്ടർ സ്ഥലത്ത്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേ ആവശ്യക്കാര് ഒരുപാട് പേരുണ്ടെന്നറിയാം. പക്ഷെ അത് അവർക്കൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഇത്തരം ഇനങ്ങള്? ഇതിന്റെ വള്ളികൾ നമ്മൾ മാക്സിമം ഞങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിത്ത് ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങൾ സംഘടിപ്പിച്ച് ആവശ്യമുള്ള വള്ളികൾ നമ്മൾ മാക്സിമം ഇവിടുന്ന് കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന കർഷകരുണ്ട്. അവരൊക്കെ ഞങ്ങളുടെ സർട്ടിഫൈഡ് ആൾക്കാർ. അപ്പൊ അവരുടെ നിന്നൊക്കെ വിത്ത് മേടിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം. അത് മാത്രല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വേഗത്തില് വിളവെടുക്കാവുന്നവരെ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് എത്രയാണ് സാറേ ഏറ്റവും എളുപ്പത്തില്? 80 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്നതിനുണ്ട്. 80 ദിവസം. അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോരണം 95. പിന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ 97/4 എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നത് 80 ദിവസം കൊണ്ട് വിളവെടുക്കാം. ഒരു 3 മാസം വേണ്ട. ഈ പൊതുവെയുള്ള പറച്ചില് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഇല്ലെന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് പഴയകാലം. അപ്പൊ പുതിയ കാലത്തെ കുറിച്ച് പറയുന്നത് പുതിയ കാലത്ത് കിഴങ്ങ് വിളകൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വളരെ ഗുണനിലവാരമുള്ള പോഷകാംശമുള്ള ഇനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് വിറ്റാമിൻ എ, മഞ്ഞ നിറം, ഓറഞ്ച് നിറമുള്ള മധുരക്കിഴങ്ങ് അറിയാമല്ലോ, ബൂസോണ. അതിലുള്ളത് വിറ്റാമിൻ എ ആണ്. നമ്മുടെ ഒരു കുഞ്ഞിന് ആ ബൂസോണ എന്ന് പറയുന്ന മധുരക്കിഴങ്ങിന്റെ ഒരു കിഴങ്ങ് ശരാശരി നല്ലൊരു കിഴങ്ങ് ഒരു 125 ഗ്രാം. 125 ഗ്രാമുള്ള ഒരു കിഴങ്ങ് ഒരു കുഞ്ഞ് 5 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം കിട്ടേണ്ട 100% വിറ്റാമിൻ എയും കിട്ടും. നമ്മൾ വേറെ ഒന്നും കൊടുക്കണ്ട, വിറ്റാമിൻ എയും കിട്ടും. അതുകൊണ്ട് ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പോപ്പുലറാണ്. ഒരുപാട് വെറൈറ്റികൾ ഇന്ത്യയിൽ തന്നെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നതിൽ CTCR വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഇതിപ്പോ ഇനി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ പണ്ടൊക്കെ ഉള്ള വെറൈറ്റികളൊക്കെ മാറ്റിക്കൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അപ്പൊ അതിന്റെ ഒരു ഗുണങ്ങളും കിട്ടി തുടങ്ങും. അപ്പൊ അതിന്റെ ഒരു മാറ്റം ഈ കഴിഞ്ഞ 1 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അതിന് മുമ്പൊക്കെ എന്ന് വെച്ചാല് കപ്പക്കിഴങ്ങിന് ആർക്കും വേണ്ടാത്തൊരു ഉൽപ്പന്നായിരുന്നു. ഇപ്പൊ ഈ ഒരു വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മിക്ക സമയത്ത് മാർക്കറ്റിൽ വിൽക്കുന്ന വില 50 രൂപയ്ക്ക് മേലാണ്, 60 രൂപയ്ക്ക് പ്രൈസ് ആണ്. അപ്പോൾ ഭയങ്കര പ്രൈസ് ആണ്. അപ്പൊ അതാണ് സാധ്യത. ഈ കാണുന്ന ഈ ഒരു വരി എന്ന് പറയുന്നത് കണ്ട വളരെ ലൈറ്റ് ഗ്രീൻ നിറത്തിലുള്ള അത് ഓർണമെന്റൽ ചെടിയായിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് വേറെയും ഉണ്ട് കളക്ഷൻ. ഞങ്ങൾ അത് റിലീസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഓർണമെന്റൽ ആയിട്ട്, അതായത് ഇതാണ് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാവുന്ന മധുരക്കിഴങ്ങ്. അപ്പൊ മധുരക്കിഴങ്ങ് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇല ചീര പോലെ ലീഫി വെജിറ്റബിൾ ആയിട്ടും പല ആൾക്കാരും ഉപയോഗിക്കാം. ശരി. ഇതിന്റെ ടെൻഡർ ലീഫ് നമുക്ക് പച്ച തോരൻ വെക്കാം. അത്തരം കിഴങ്ങ് വരണമെന്നില്ല. ഇതിന് ഓർണമെന്റിലാണ് കുറച്ച് പ്രാധാന്യം കൂടുതൽ.